ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പുറത്ത് പോയിട്ടൊന്നും ചോക്ലേറ്റ് ഒന്നും കഴിക്കലൊന്നും നടക്കില്ല, ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് പൗഡറാണ്. 16 ടേബിൾ സ്പൂൺ, ഒരു കപ്പ് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അമുല് തന്നെയാണ് എടുത്തിരിക്കുന്നത്, നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നന്നായിട്ട് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്ന 8 ടേബിൾ സ്പൂൺ, 8-9 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാൻ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ട് കൊക്കോ പൗഡറാണ്, അത് എടുത്തിരിക്കുന്നത് 8 ടേബിൾ സ്പൂൺ ആണ് കൊക്കോ പൗഡറും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാം. പിന്നെ നമുക്കത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് ട്രേയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിലിക്കോണിന്റെ മോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിറയ്ക്കാനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള സമയത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സിങ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് അതിനെടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 16 ടേബിൾ സ്പൂൺ, അപ്പോൾ അത്രയും തന്നെയാണ് എടുക്കുന്നത്, ഒരു കപ്പ്. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ ഒരു 1/3 കപ്പാണ് എന്ന് പറയുമ്പോൾ 8-9 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. നന്നായിട്ട് ഒട്ടും തന്നെ തരിതരി ഉണ്ടാകാൻ പാടില്ല, നല്ല ഫൈൻ പരുവം വേണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തരിതരി ഉണ്ടെങ്കിൽ ചോക്ലേറ്റിനും ആ ഒരു തരിതരി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ തരിതരി ഇല്ലാണ്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അത് 1/2 കപ്പാണ്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് സ്പൂണും കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സിങ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം. തരിതരിയൊക്കെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പരുവത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടത് മിക്സിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ വൈറ്റ് കാണുന്നത് മിൽക്ക് പൗഡർ ആട്ടോ. ഇനി നമുക്ക് ബോയിലിംഗ് ചെയ്യണ പരിപാടിയിലേക്ക് നമുക്ക് പോവാം. ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരണുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് ആട്ടോ ചെയ്യേണ്ടത്. ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വേറെ പാത്രം അല്ലെങ്കിൽ വലിയൊരു ബൗൾ വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ആ ഒരു ആവി കടന്ന് തന്നെ നമുക്ക് ആ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു പാക്കറ്റ് ബട്ടർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ 8 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിക്കും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 6 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം കേട്ടോ, വെളിച്ചെണ്ണ പാടില്ല. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വന്നാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് നമുക്ക് ചോക്ലേറ്റിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, വെജിറ്റബിൾ ഓയിൽ തന്നെ മതി. പിന്നെ ഡാൽഡ, പാം ഓയിൽ ഒന്നും തന്നെ ഇതിന് പാടില്ല കേട്ടോ. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അവിടെ കിടന്ന് നന്നായിട്ടത് മെൽറ്റ് ആയിക്കോളും. ബാക്കി 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഞാൻ പിന്നെയാണ് നന്നായിട്ട് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചേർക്കുന്നത്. ആവി കിടന്ന് തന്നെ നന്നായിട്ടത് നമുക്ക് മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇടയ്ക്ക് നമുക്ക് മീഡിയത്തിൽ ലോയിലേക്കും ആക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. നമ്മൾ പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മളിനി മീഡിയത്തിലേക്ക് കിടക്കാം. കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ നമുക്ക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം.
ആദ്യം ഞാൻ പൊടി മുക്കാലാട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി കാലം ഞാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ആ ബട്ടറും വെജിറ്റബിൾ ഓയിലും എല്ലാം തന്നെ മിക്സിങ് ആവാൻ വേണ്ടി മൊത്തമായിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ആവി പറക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഓയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിരിക്കാം. നമ്മുടെ ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ലൂസ് ആവാനും പാടില്ല, ഹാർഡ് ആവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ചോക്ലേറ്റിന്റെ ബാറ്റർ ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് ഇളക്കി നമ്മൾ നന്നായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി ആ കാല് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് മതി. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് മാത്രം മതി. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ആവി ഇടയ്ക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ ലോയിലേക്ക് തന്നെ നമ്മൾ മാറ്റണം. ഇടയ്ക്ക് ലോയിലേക്ക്, പിന്നെ മീഡിയത്തിലേക്ക്, പിന്നെ മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക്, അങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് നല്ല ഒരു പരുവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. കൂടുതലായിട്ട് ചൂടാറണ്ട, നമുക്ക് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഐസ് ട്രേയിലേക്കോ ഏതെങ്കിലും മോൾഡിലേക്കോ നമുക്കത് മാറ്റാം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാറ്ററിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് ആറി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രേയിലേക്ക് ഇത് മാറ്റാം കേട്ടോ. കൂടുതൽ ആറി തണുത്ത് പോയി കഴിഞ്ഞാൽ കട്ടയായി പോവും. അതുകൊണ്ടാണ്, കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ട്രേയിലേക്കൊക്കെ നിറച്ചു കൊടുക്കാം. ഞാനെടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ട്രേയും സിലിക്കോണിന്റെ ട്രേ ഒക്കെയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പല പല ഷേപ്പിന്റെയൊക്കെ ട്രേ ഒക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർ, ഫ്ലവർ, ലവിന്റെ ഒക്കെ കിട്ടൂലേ. നമുക്കിങ്ങനെ നിറച്ചു കൊടുക്കാം. മൊത്തം തന്നെ നമ്മൾ നിറച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു അര അല്ലെങ്കിൽ മുക്കാൽ ആ ഒരു ലെവലിൽ നമ്മൾ നിറച്ചു കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ചോക്ലേറ്റിന്റെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വല്ലാണ്ട് കട്ടിയായി പോവും, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇങ്ങനെ മെൽറ്റ് പരുവായി പോവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതേ എല്ലാത്തിലും ഞാനിങ്ങനെ നിറച്ച് വച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ സിലിക്കോണിന്റെ ട്രേയിൽ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ ഇതാവുന്നതിന്റെ പേരിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ട്രേ കിട്ടും. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പൊ വച്ചിട്ട് വരാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അൺമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ആദ്യമേ തന്നെ നമുക്കൊന്ന് സിലിക്കോണിന്റെ ഒന്ന് ട്രൈ ചെയ്യാം. കൂടുതൽ പ്രസ്സിങ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അൺമോൾഡ് ചെയ്ത് കിട്ടും സിലിക്കോണിന്റെ ട്രേ. ഇതാണ് പിന്നെ സിലിക്കോണിന്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. അത് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കണ്ടില്ലേ, അതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്ക്വയർ ആയിട്ട്
ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇലയും കൂടി ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കത് താഴത്തേക്ക് വീഴുള്ളൂ. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം കൂടുകയോ കുറയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചോക്ലേറ്റ് കിട്ടില്ല. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ ആ ഒരു ക്രമത്തിൽ ചെയ്തുകൊണ്ട് കണ്ടില്ലേ, നമ്മൾ അപ്പോഴാണ് നമ്മൾ പൊട്ടിക്കുമ്പോഴേ അത് പൊട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്കത് കിട്ടും. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചാൽ മാത്രം മതി. കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് എപ്പോഴാണ് അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഒരു പ്രിസർവേറ്റീവ്സും നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് തന്നെ നമുക്കിത് കൊടുക്കാം. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.